നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായ, നമുക്കെല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള കിസ്മിസ്, റൈസിൻസ് എന്നൊക്കെ വിളിക്കുന്ന ഉണക്കമുന്തിരിയെ കുറിച്ചാണ്. കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും പലർക്കും അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് അറിയില്ല. അപ്പോൾ പതിവായി നമ്മൾ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്തി കഴിച്ചാൽ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങൾ കിട്ടും, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ആർക്കെല്ലാം കഴിക്കാൻ പാടില്ല, എത്ര അളവിൽ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഉണക്കമുന്തിരി അഥവാ ദ്രാക്ഷ, സംസ്കൃതത്തിൽ ഉണക്കമുന്തിരിയെ ദ്രാക്ഷ, മൃത്വിക എന്നൊക്കെയാണ് വിളിക്കുന്നത്. ആയുർവേദത്തിൽ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഔഷധങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. രക്തക്കുറവിന് അരിഷ്ടം ഉണ്ടാക്കാൻ ദ്രാക്ഷാരിഷ്ടം, മൃത്യുവാദി അരിഷ്ടം, അങ്ങനെ അരിഷ്ടങ്ങളും ലേഹ്യങ്ങളും എല്ലാം ഒരുപാട് ഇതിന്റെ ഔഷധ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ആയുർവേദത്തിൽ മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉണക്കമുന്തിരി അത് വളരെ ചെറുതാണെങ്കിലും അതിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസും മിനറൽസും അതുപോലെ അയൺ, കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം, ബോറോൺ ഇവയെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവ ചെറിയ അളവിൽ തന്നെ കഴിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകും. ആയുർവേദത്തിലും വളരെ നല്ലൊരു സ്ഥാനം തന്നെയാണ് ഉണക്കമുന്തിരി അഥവാ ദ്രാക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ആയുർവേദ ആചാര്യന്മാരും ദ്രാക്ഷയുടെ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രകീർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആയുർവേദ ഔഷധങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അഥവാ ദ്രാക്ഷയുടെ ഗുണങ്ങളെ പരാമർശിക്കുന്ന പ്രശസ്തമായ ശ്ലോകം ഇതാണ്: ദ്രാക്ഷ ഫലോത്തമ, വൃഷ്യ ചക്ഷുഷ്യ സൃഷ്ടമൂത്രവീട്, സ്വാദുപാകരസോ സ്നിഗ്ധോ സ കഷായ ഹിമ ഗുരു എന്നാണ്. അതായത് ദ്രാക്ഷ ഫലോത്തമ എന്ന് വെച്ചാൽ പഴവർഗ്ഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഫലം ഉണക്കമുന്തിരി എന്നാണ് അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അത് വൃഷ്യമാണ്, ചക്ഷുഷ്യമാണ്, കണ്ണിന് ഹിതകരമായിട്ടുള്ളതാണ്. അതുപോലെ മലമൂത്രം പോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. സ്വാദുപാകരസം, അതായത് വിപാകത്തിലും രസത്തിലും മധുരരസമുള്ളതാണ്. ശീതവീര്യമുള്ളതാണ്. സ്നിഗ്ധ ഗുണമുള്ളതാണ്. സ കഷായ, ചെറുതായിട്ട് കഷായ രസം ഉള്ളതാണ്. ഹിമ ഗുരു, ശീതവീര്യമുള്ളതാണ്. അതുപോലെ പോഷക സമ്പുഷ്ടവും ഗുരുഗുണമുള്ളതുമാണ് ദ്രാക്ഷ. ആയുർവേദ വ്യാഖ്യാനങ്ങൾ പ്രകാരം ദ്രാക്ഷയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് വെച്ചാൽ ഇത് വാതപിത്ത ദോഷങ്ങളെ ശമിപ്പിക്കുന്നതാണ്. സ്വരത്തിന്, അതായത് ശബ്ദത്തിന് വളരെ നല്ലതാണ്. ദാഹം, ക്ഷീണം, രക്തപിത്തം എന്നിവയെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി കഫപ്രകൃതിക്കാർക്ക്, അധികം കഫപ്രകൃതി അല്ലാത്തവർക്ക് ഒരു ഉത്തമമായ രസായന ഔഷധമാണ് ദ്രാക്ഷ. ശരിയായ അളവിൽ പതിവായി ഉപയോഗിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് അത് രക്തവർദ്ധനയ്ക്ക് സഹായിക്കുന്നു. ഉണക്കമുന്തിരിയിൽ ധാരാളമായിട്ട് അയണും കോപ്പറും അടങ്ങിയിട്ടുണ്ട്. ഇത് ഹിമോഗ്ലോബിന്റെ രൂപീകരണത്തിന് സഹായിക്കുന്നു. അങ്ങനെ വിളർച്ചയുള്ളവർക്ക്, അതിൽ രക്തക്കുറവുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഔഷധമായിട്ട് ആയുർവേദത്തിലും കണക്കാക്കുന്നതാണ് ദ്രാക്ഷ. രണ്ടാമതായിട്ട് മലബന്ധം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മലബന്ധം കുറയ്ക്കാനും അതുപോലെ ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതാണ്. മൂന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകുന്നതാണ്. സ്വാഭാവിക പഞ്ചസാരകളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നിവ അടങ്ങിയതിനാൽ ഇവ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് ഊർജം നൽകുന്നു. നാലാമതായിട്ട് ഹൃദയ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. എല്ലുകളുടെ ആരോഗ്യത്തിന് ഉണക്കമുന്തിരി വളരെ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, ബോറോൺ എന്നിവ എല്ലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസുകൾ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും ഇതിനകത്ത് പോളിഫിനോൾ ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഇവ സഹായിക്കുന്നു. ഉറക്കത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഉണക്കമുന്തിരി. രാത്രിയിൽ കുതിർത്ത് കഴിക്കുന്നത് മനസ്സ് ശാന്തമാക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. എങ്ങനെ കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നത് എന്ന് നോക്കാം.
രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ 10 മുതൽ 15 ഉണക്കമുന്തിരി ഇട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ കുതിർന്ന ഈ ഉണക്കമുന്തിരിയും വെള്ളവും കുടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നത്. അതുപോലെ തന്നെ നട്ട്സുകളുടെ ഒപ്പം കൂടെ കഴിക്കാം, ഓട്സിൽ ഇട്ട് കഴിക്കാവുന്നതാണ്. ഏത് സമയത്താണ് ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ രാവിലെ വെറും വയറ്റിൽ ഈ കുതിർന്ന ഉണക്കമുന്തിരി കഴിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം കിട്ടുന്നത്. വൈകുന്നേരം സ്നാക്കായിട്ടും കഴിക്കാം. ഇനി രാത്രി കഴിക്കുമ്പോൾ അധികം കഴിക്കുന്നത് ഒഴിവാക്കുക. ചിലർക്ക് ദഹന പ്രശ്നങ്ങളും ഉണ്ടാകും. ഇനി എത്ര അളവിൽ കഴിക്കണം എന്ന് നോക്കാം. കുട്ടികളിലാണെങ്കിൽ 5 മുതൽ 10 ഉണക്കമുന്തിരി കഴിക്കുക. മുതിർന്നവരാണെങ്കിൽ 15 മുതൽ 20 ഉണക്കമുന്തിരി കഴിക്കാവുന്നതാണ്. ഇതും ദഹനത്തിന്റെ അതായത് ദഹന പ്രശ്നങ്ങൾ ഉള്ളവർ അതിന്റെ അളവ് കുറച്ചുകൊണ്ടുവരിക, അല്ലെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ്. ഇനി ആർക്കൊക്കെ കഴിക്കാം എന്ന് വെച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. രക്തക്കുറവുള്ളവർക്ക് കഴിക്കാം, മലബന്ധം പ്രശ്നമായിട്ടുള്ളവർക്ക് കഴിക്കാം, ഗർഭിണികൾക്കൊക്കെ മിതമായ അളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ്. ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവർ ആരെല്ലാമാണ് എന്ന് വെച്ചാൽ പ്രമേഹ രോഗമുള്ളവർ. ഉണക്കമുന്തിരിയിൽ സ്വാഭാവികമായ പഞ്ചസാര, അതായത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടും. അതുകൊണ്ട് പ്രമേഹ രോഗികൾ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ അമിത വണ്ണമുള്ളവരും ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കാലോറി കൂടുതലായതുകൊണ്ട് മിതമായ അളവിൽ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടവര് IBS രോഗമുള്ളവര്, IBS എന്ന് വെച്ചാൽ ഗ്യാസിന്റെ പ്രശ്നമുള്ളവര്, അല്ലെങ്കിൽ വയറിൽ അസ്വസ്ഥതകളൊക്കെ വരുന്നവര് ഈ കൂടുതലായിട്ട് ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് വെച്ചാൽ വയറുവീക്കം, വയറുവേദന, അതുപോലെ ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകും. അതുപോലെ ശരീരഭാരം കൂടാം, രക്തത്തില് പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കാം, അതുപോലെ പല്ലുകൾക്കും കേടുപാടുണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് അധികമായി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ ഇതെല്ലാമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉണക്കമുന്തിരിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യം കിട്ടുന്നത്, അതുപോലെ തന്നെ ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല, അമിതമായിട്ട് കഴിച്ചാൽ കിട്ടുന്ന ദോഷങ്ങൾ, ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ആർക്കെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.